ജോലി കിട്ടാത്തവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ഇന്ന് ഡേ 3. മാസങ്ങളായി ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു. ദിവസവും രാവിലെ എഴുന്നേറ്റ് ഇൻ്റർവ്യൂവിന് പോകുന്നു. പക്ഷേ വീട്ടിൽ വരുമ്പോൾ ഒരു കോളും തിരിച്ചു വരുന്നില്ല. ഫോണും നോക്കിയിരുന്നിരുന്ന് നിരാശരാകുന്നു. നിനക്ക് തോന്നുന്നുണ്ടോ ദൈവം നിന്നെ മറന്നു എന്ന്? നിനക്ക് തോന്നുന്നുണ്ടോ ഇനി ഒരു വഴിയും ഇല്ല എന്ന്? ഇല്ല മക്കളെ, നിർത്ത്. ഇന്ന് ദൈവം നേരിട്ട് നിന്നോട് സംസാരിക്കുന്നു. അവൻ പറയുന്നു, നിന്റെ വഴി എനിക്ക് ഭാരമേൽപ്പിക്ക്, ഞാൻ സമയത്ത് നല്ലത് ചെയ്യും. ഈ പ്രാർത്ഥന മുഴുവൻ കേൾക്ക്. ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നിന്റെ മനസ്സിലെ ഭയം, ടെൻഷൻ, ഉറക്കമില്ലായ്മ എല്ലാം മാറും. വിശ്വസിക്കൂ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഇന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും നിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു. ജോലിയില്ലാത്തതിൻ്റെ ടെൻഷനിൽ ഇരിക്കുന്നവരെ, കടത്തിൽ മുങ്ങിയിരിക്കുന്നവരെ, രാത്രി ഉറങ്ങാൻ കഴിയാത്തവരെ, വീട്ടുകാരുടെ മുൻപിൽ തല താഴ്ത്തുന്നവരെ നീ തൊടയണമേ. നിന്റെ വചനം ഇന്ന് ഇവരുടെ ഹൃദയത്തിൽ വീഴട്ടെ. ഒരു വിത്ത് പോലെ അത് വളർന്ന് സമാധാനമുണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമീൻ. ഇനി നമുക്ക് ദൈവവചനം നോക്കാം. സങ്കീർത്തനം 37:5 വായിക്കാം. നിന്റെ വഴി യഹോവയ്ക്ക് ഭാരമേൽപ്പിക്ക, അവനിൽ ആശ്രയിക്ക, അവൻ പ്രവർത്തിക്കും. ഇവിടെ 3 കാര്യമുണ്ട്. 1. നിന്റെ വഴി ഭാരമേൽപ്പിക്ക. നിന്റെ ജോലി, നിന്റെ കടം, നിന്റെ ഭാവിയെല്ലാം എനിക്ക് വിട്ടുതരൂ എന്ന് ദൈവം പറയുന്നു. നമ്മൾ എന്തു ചെയ്യുന്നു? എല്ലാം നമ്മുടെ കയ്യിൽ പിടിച്ചു വയ്ക്കുന്നു. 100 കമ്പനിക്ക് അപ്ലൈ ചെയ്യുന്നു. പക്ഷേ സമാധാനമില്ല, ഉറക്കമില്ല. 2. അവനിൽ ആശ്രയിക്ക. ഭാരമേൽപ്പിച്ചിട്ട നമ്മൾ വീണ്ടും ടെൻഷൻ അടിച്ചാൽ അത് ഭാരമേൽപ്പിക്കുകയില്ല. ദൈവം പറയുന്നു, ഞാൻ നോക്കിക്കോളാം, അപ്പോൾ നമുക്ക് വിശ്രമിക്കാം. 3. അവൻ പ്രവർത്തിക്കും. ഇത് ഉറപ്പാണ് മക്കളെ. ദൈവം പറഞ്ഞാൽ അത് നടക്കും. മനുഷ്യൻ മറന്നേക്കാം, പക്ഷേ ദൈവം മറക്കില്ല. 3 reasons why job is delayed. ഇനി നമുക്ക് നോക്കാം, എന്തുകൊണ്ട് ജോലി വൈകുന്നു. 3 കാരണമുണ്ട്. 1. ദൈവത്തിൻ്റെ സമയം. നിനക്കിപ്പോൾ കിട്ടിയാൽ നീ താങ്ങില്ല. ദൈവം നിന്നെ ഒരുക്കുകയാണ്. മോശയെ നോക്ക്. അവൻ 40 വർഷം മരുഭൂമിയിൽ ആടിനെ മേയിച്ചു. അതിനുശേഷമാണ് ദൈവം അവനെ ഇസ്രായേലിൻ്റെ നേതാവാക്കിയത്. നീയും ഒരുങ്ങുകയാണ്. ഈ സമയം വെറുതെയല്ല. 2. നിന്നെ ശക്തനാക്കുന്നു. ഇപ്പോൾ നീ പോകുന്ന ഇൻ്റർവ്യൂകൾ, നീ കേൾക്കുന്ന നോകൾ എല്ലാം നിന്നെ ശക്തനാക്കുന്നു. നാളെ നല്ല ജോലി കിട്ടിയാൽ നീ അത് കൈകാര്യം ചെയ്യണം. ഇപ്പോൾ നീ വീണാൽ പിന്നെ എഴുന്നേൽക്കില്ല. അതുകൊണ്ട് ദൈവം നിന്നെ ഒരുക്കുന്നു. 3. അതിനേക്കാൾ നല്ലത് കാത്തിരിക്കുന്നു. നീ അപ്ലൈ ചെയ്ത ജോലി നിന്നെ നശിപ്പിക്കുമായിരുന്നു, നിന്റെ കുടുംബത്തെ നശിപ്പിക്കുമായിരുന്നു. ദൈവം നിനക്ക് അതിനേക്കാൾ നല്ലത് ഒരുക്കിയിട്ടുണ്ട്. നിനക്കൊരു ഭാവിയും പ്രത്യാശയും ഞാൻ ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് കാത്തിരിക്കൂ. ദൈവത്തിൻ്റെ സമയം ബെസ്റ്റാണ്. എനിക്കറിയാവുന്ന ഒരു സഹോദരനുണ്ട്. പേര് ജോൺ. അവൻ 11 മാസം വീട്ടിലിരുന്നു.
എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു, കരഞ്ഞു. ദൈവമേ, എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. വീട്ടുകാർ കളിയാക്കി, സുഹൃത്തുക്കൾ ഒഴിവാക്കി. അവൻ തോറ്റു എന്ന് എല്ലാവരും പറഞ്ഞു. 11-ാം മാസം അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കമ്പനിയിൽ നിന്ന് കോൾ വന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഒരാഴ്ചയ്ക്കകം ജോയിനിങ് ലെറ്റർ കിട്ടി. ഇപ്പോൾ അവൻ മാസം 80,000 രൂപ ശമ്പളം വാങ്ങുന്നു. അവൻ പറയുന്നത്, ആ 11 മാസം ദൈവം എന്നെ ഒരുക്കിയതാണ്. അന്ന് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ തകർന്നേനെ. നിനക്കും അങ്ങനെ തന്നെ. നിനക്കും അങ്ങനെ ഒരു സാക്ഷ്യം വരും. നീ കാത്തിരിക്കൂ, നീ പ്രാർത്ഥിക്കൂ, നീ ശ്രമിക്കൂ. ബാക്കി ദൈവം നോക്കിക്കോളും. ഇപ്പോൾ കണ്ണടച്ചു എൻ്റെ കൂടെ പ്രാർത്ഥിക്കൂ. പിതാവേ, ജോലിയില്ലാതെയിരിക്കുന്ന എൻ്റെ സഹോദരനെയും സഹോദരിയെയും നീ തൊടയണമേ. അവരുടെ ഭയം മാറ്റണമേ. അവരുടെ നിരാശ മാറ്റണമേ. അവർക്ക് ശരിയായ സമയത്ത് ശരിയായ ജോലി തരണമേ. അവർക്ക് സമാധാനം തരണമേ. അവർക്ക് വീട്ടിൽ തല ഉയർത്തി നിൽക്കാൻ അവസരം തരണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, ഈ മാസം അവർക്കൊരു നല്ല വാർത്ത കിട്ടും. ഈ ആഴ്ച തന്നെ ഒരു കോൾ വരും. ആമീൻ. നിന്റെ ജോലി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. നീ കാണുന്നില്ല എന്ന് മാത്രം. വിശ്വസിക്കൂ, ദൈവം കള്ളം പറയില്ല. നാളെ ഡേ 4 വരും. വേറെ ഒരു ശക്തമായ വചനം മിസ് ചെയ്യരുത്. നിനക്ക് ഈ പ്രാർത്ഥന സമാധാനം തന്നെങ്കിൽ കമൻറ്റിൽ ആമീൻ എന്ന് എഴുതൂ. ജോലി കിട്ടിയാൽ തിരിച്ചു വന്ന് സാക്ഷി എഴുതണം. നിന്റെ സാക്ഷ്യം മറ്റൊരാൾക്ക് പ്രത്യക്ഷയാകും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആമീൻ.